ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖം. ഞങ്ങളിന്നൊരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, വെളുപ്പിന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങളൊരു അമ്പലത്തിലെത്തി. ഒരു അമ്പലമൊക്കെ എത്തി തൊഴുതതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഏത് കാര്യം ചെയ്യുമ്പോഴും അമ്പലത്തിൽ പോകണം എന്നുള്ളത് നല്ലതല്ലേ. അപ്പോൾ കാലത്ത് അമ്പലത്തിലേക്കൊക്കെ പോയി തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തിയായിരുന്നു. അപ്പോൾ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെയും എവിടെയെങ്കിലും നിർത്തുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് കഴിക്കണം. അപ്പോൾ എന്തായാലും ഒരുമിച്ച് ആവട്ടെ എന്നുള്ളതിൽ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കുടിക്കാനായിട്ട് ഒരു സ്ഥലം നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വയനാട്ടിൽ പോകുന്ന വഴിയിൽ നമുക്ക് തുടങ്ങി വ്യൂ പോയിൻറ്റ്സും സൈഡ് വ്യൂ കാണാനുള്ള സ്ഥലമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊന്ന് ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് നമ്മളൊന്ന് കാണിച്ചു തന്നു. പിന്നെ ഹെയർ പിന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോകുമ്പോഴേക്കും തന്നെ തല ഒരു വിധമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് സ്ഥലം പോയത് ബോട്ടിംഗ് ആയിരുന്നു. ബോട്ടിംഗ് എല്ലാവർക്കും ഉള്ള സീറ്റ് അങ്ങനത്തെ ബോട്ടല്ല. അപ്പോൾ ഞങ്ങൾ 7 പേരും അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബോട്ട് ഞങ്ങളുടെ എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് എടുത്തു. ഞാൻ, അമ്മ, ചെറിയമ്മ, അച്ഛൻ, ശോഭ വല്യമ്മ, കുട്ടു, ചിഞ്ചു അങ്ങനെയാണ് ഇരുന്നത്. പിന്നെ ഇങ്ങനൊരു ബോട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നിർത്തി വെച്ചത് ബോട്ടിൽ ഞങ്ങളെ കയറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കണം. അമ്മ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ മാത്രം പേടിയൊന്നുമില്ല എന്നു ഞാൻ പറയുന്നുണ്ട്. അച്ഛൻ പിന്നെ കൂളായിരിക്കുന്നുണ്ട്. അത് ഡ്രൈവർ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നല്ല ആഴമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് പിടിച്ചിരിക്കണം കേട്ടോ പറഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ചെറുതായിട്ട് ഒരു പേടി തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പകുതി എത്തുമ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ആഴം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്, നടുക്കാണോ ആഴം എങ്ങനെയാണോ ചോദിച്ചപ്പോൾ ഇല്ല, ഇത് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് കാണാൻ ഇത്ര ചെറുതാണെങ്കിലും എല്ലായിടത്തിലും അത്യാവശ്യം ആഴം ഉള്ളതാണ്. നടുക്ക് നല്ല ആഴമുണ്ട്. ഒരു 9 പേര് നിൽക്കണ ദൂരം നമ്മൾ 9 പേരിങ്ങനെ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ എത്ര പൊക്കം ഉണ്ടാവും, ആ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള ആഴമൊക്കെ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മെല്ലെ ഒന്ന് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവരോട് ചോദിച്ചു, ഇത് എത്ര നേരത്തിനുള്ളതാണതെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഇതിപ്പോൾ ഏകദേശം ഉച്ചയായി, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടുമായിരിക്കും കൂടുതലെന്ന്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ആദിവാസികളിരിക്കുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജ് ആയിരുന്നു, അവിടെ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ഒരു സ്ഥലം വരയ്ക്കേ നമ്മൾ പോവുള്ളൂ, നമ്മുടെ വണ്ടി പോവുള്ളൂ. പിന്നെ അതിന് ശേഷം അവർ ജീപ്പാണ് നമ്മളെ കൊണ്ടുപോവുക. എന്താ പറഞ്ഞാൽ അത് അത്രയും കുന്നും മൂകാംബിക കുടജാതിരി പോയവർക്ക് അറിയുമായിരിക്കും. അങ്ങനെ ഒരു കയറ്റമാണ്. റോഡ് അത്രയും വെസ്റ്റായിട്ടുണ്ടാവും, കയറ്റവും ഇറക്കവും അങ്ങനെയൊക്കെ ആയിട്ട്. അതിന് അവരൊരു നല്ല രീതിക്ക് ഒന്ന് സെറ്റാക്കിയിട്ടാണ് ജീപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബെറ്റർ ജീപ്പിൽ പോകുന്നത് തന്നെയാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നതുണ്ട്. ഞങ്ങളത് ചൂസ് ചെയ്തില്ല, ഞങ്ങളത് നടന്നില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് ആ ജീപ്പ് ഒരു സ്ഥലം വരയ്ക്കേ വരുന്നുള്ളൂ. അവിടുന്ന് ഒത്തിരി നടക്കാനുണ്ട്, കുറേ നടക്കാനുണ്ട്. അപ്പോൾ ആ നടത്തും ഈ നടത്തും രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ക്ഷീണമാവും. എന്നുള്ളതിൽ ഞങ്ങൾ അവിടെ ജീപ്പ് വരയ്ക്കും വന്നു. ജീപ്പ് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ നടന്നു കേട്ടോ. നടക്കുന്നത് മുഴുവനും കുന്നായതുകൊണ്ട് നമുക്കത്ര പെട്ടെന്ന് ആർക്കും നടക്കാൻ കഴിയില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് നടക്കുമ്പോൾ നമുക്കത്ര പെട്ടെന്ന് ക്ഷീണമൊന്നും വരില്ല. ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് നമ്മൾ അങ്ങനെ അവർ കുടിലേക്ക് എത്തി കേട്ടോ. നല്ല രസമില്ലേ അവർ പാട്ട് കേൾക്കാൻ. അതാണ് കേട്ടോ ഞാൻ വോയിസിന് സൗണ്ട് കുറച്ചിട്ട് അവരെ കേൾപ്പിച്ചത് കേട്ടോ. അവരെ പാട്ട് ഡാൻസും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ നേരം ഞങ്ങളവിടെ
അവരെ വേറെ 2-3 കളി എന്തൊക്കെ ഉണ്ടായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വേറെ 2 പേരും കൂടെ ഇതേപോലെ ഒന്ന് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ആസ്വദിച്ചു. പിന്നെ അവിടെ തന്നെ ഈ കുന്നിൻ്റെ ഇറക്കം കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കവിടെ സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അടുത്ത സ്പോട്ട് പറയണത് പൂപ്പൊലി. അടിപൊളിയായിരുന്നു. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് അതൊരു എന്താ പറയുക, നല്ല ഇത്രയും പൂക്കളും ഇത്രയും കളറുള്ള പൂക്കളും ഇത്ര വലിയതും ചെറുതും നല്ലാതെ എല്ലാം നല്ല ഭംഗിയായിരുന്നു. അതിനവർ നല്ല രീതിക്കാണ് അവരത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കേട്ടോ. എന്തോരം കളറുകൾ, എന്ത് ഭംഗിയായിരുന്നു അറിയോ, നേരിട്ട് തന്നെ കാണണം. പിന്നെ ഞങ്ങൾക്ക് കുറേ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ടാണല്ലോ നമ്മൾ ഈ ഓരോ സ്പോട്ടിലേക്കും പോകുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് രാത്രിയായിട്ടോ. ഇനി കുറേ നടന്ന് പോകാനുള്ള ദൂരമൊക്കെ ഉണ്ട്, നിറയെ ഉണ്ടായിരുന്നു കാണാനുള്ളത്. പക്ഷെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. അത്രയും ദൂരം ഉണ്ടായിരുന്നു, നിറച്ചും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ നന്നായി കണ്ടു. അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ രാത്രിക്കുള്ള ഡിന്നറിന് കഴിക്കാൻ പോയി. കഴിക്കുന്നത് നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും പന്നീർ കറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അച്ഛൻ വെജ് ആയതുകൊണ്ട് അവർ അന്ന് അത് കഴിച്ചു. ഞങ്ങൾ 4 പേരും നോൺ കഴിച്ചായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ രാത്രി റൂമിലോട്ട് പോയി. ഞങ്ങൾ രാവിലത്തെ എല്ലാ കറക്കം കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളിത് റൂമിലേക്ക് വന്ന് ഇതൊക്കെ എടുത്ത് വെച്ച് തിരിച്ചും പോകുമ്പോൾ ലേറ്റ് ആവണ്ട പറഞ്ഞിട്ട് രാത്രി കിടക്കാറാകുമ്പോൾ ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ.